ഹായ്, ഹലോ, നമസ്തേ, നമസ്കാരം. സത്യമാണ്, കണ്ടന്റ് ക്ഷാമം നന്നായി വരുന്നുണ്ട്. കുറച്ചൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ ദിവസങ്ങളിലായിരിക്കും അത് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടൊരു വീഡിയോ എനിക്ക് നല്ല രസകരമായിട്ട് തോന്നി. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്ന് കരുതി വീഡിയോ ഷെയർ ചെയ്യുന്നില്ല. വീഡിയോയിലെ കണ്ടന്റ് ഞാനിങ്ങ് എടുക്കുക. ആദ്യം നിങ്ങൾ കണ്ണടയ്ക്കൂ. ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ്സെറ്റൊക്കെ നന്നായിട്ട് വെച്ചോളൂ. ആദ്യം നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 പേരുടെ മുഖങ്ങൾ മനസ്സിൽ വിചാരിക്കും. സ്വാഭാവികമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലിൽ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇനി അഥവാ അത് കാണാത്തവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട 3 പേരുടെ മുഖങ്ങൾ മനസ്സിൽ വിചാരിച്ച് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ആരുടെയൊക്കെ വിചാരിച്ചതെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻ്റ് ഇടാം, ഇല്ലെങ്കിൽ കമൻ്റ് ഇടണ്ട. ഓക്കെ, ആ വിചാരിച്ചൊരു കൂട്ടത്തിൽ നിങ്ങളുടെ മുഖം വിചാരിച്ചോ? ഇഷ്ടപ്പെട്ട 3 പേർ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന 3 പേരുടെ മുഖം വിചാരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞൊരു കൂട്ടത്തിൽ നിങ്ങളുടെ മുഖം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? പലപ്പോഴും നമ്മൾ പതറിപ്പോകുന്നത് ഈ ഒരു സമയത്താണ്. ഒരിക്കലും സ്വയം നമ്മൾ എവിടെയും സ്നേഹിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപാട് പേര് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട്, ഇപ്പോൾ പ്രവാസികളാണെങ്കിൽ അവർ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർ ഈ ജോലി ചെയ്യുന്നത് ഒരിക്കലും അവരോട് സ്വയം ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ, സ്വന്തം ഫാമിലിയേക്കാൾ ഉപരി, അല്ലെങ്കിൽ ഭാര്യ, മക്കൾ, ആ കുടുംബം, അവരെക്കാൾ ഉപരി സ്വയം സ്നേഹിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ, തന്നെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഒരിക്കലും അവർ പുറം രാജ്യത്തോട്ട് ഇത്ര കഷ്ടപ്പെടില്ല. അവർ നാട്ടിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണോ, ആ ജോലിയിൽ സാലറി കുറവാണോ, അതിലവർ ഓക്കെ ആയി, അവർക്ക് ജീവിക്കാനുള്ള സാലറി അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരവിടെ സന്തോഷത്തോടു കൂടിയിട്ടും നല്ല ആരോഗ്യത്തോടു കൂടിയിട്ടും ജീവിക്കുന്നു. അതിനർത്ഥം പുറത്തു പോയി ജീവിക്കുന്നവർ കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ആരോഗ്യമില്ല എന്നൊന്നല്ല. എന്നാലും പുറം രാജ്യത്ത് പോയിട്ട് നാട്ടിൽ നിൽക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, എന്നാൽ അതിന് സാധിക്കാതെ പുറത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം, നിങ്ങൾക്ക് പേഴ്സണലി അറിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ വീഡിയോ അയച്ചു കൊടുത്തോളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർ തന്നേക്കാൾ സ്വയം അവരേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ട്, അവരെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ള ഇത്രയാണ്: നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കുക. ഞാൻ എന്താണോ, ഞാൻ എങ്ങനെയാണോ, എനിക്ക് എന്ത് കുറവുകളുണ്ട്, എനിക്കെന്ത് കൂടുതലുകളുണ്ട്, എനിക്കെന്ത് കഴിവുണ്ട്, എനിക്കെന്ത് കഴിവില്ലായ്മയുണ്ട്, എന്ത് തന്നെ ആയിക്കോട്ടെ, ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കുക. അത് കഴിഞ്ഞ് മതി മറ്റൊരാളെ സ്നേഹിക്കുന്നത് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അത് തന്നെയാണ് നിങ്ങൾക്ക് അഭിപ്രായമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻ്റ് ഇടുക. നല്ല കമൻസ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് റിവ്യൂ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല കമൻറ്റ്സ് ഇടുക. നിങ്ങളുടെ അഭിപ്രായം തന്നെയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതല്ല, ഇതിൽ വിഭിന്നമായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഈ അഭിപ്രായം തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എല്ലാം അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. ഓക്കെ, അപ്പോൾ നല്ല കമൻറ്റ്സ് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക്, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണമെങ്കിൽ ഈ ചിന്തകളൊക്കെ കൂടുതൽ പേരിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്തരം ചിന്തകൾ ചിലപ്പോൾ നിങ്ങൾക്ക് രാവിലെ എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തായിരിക്കും, ധൃതിയിലായിരിക്കും ഇത്തരം ചിന്തകൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത്. അത് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് പിന്നെ എപ്പോഴെങ്കിലും കാണാൻ ശ്രമിക്കുക. ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്താനായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. ഓക്കെ, നാളെ നല്ലൊരു ചിന്ത കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ചിന്ത കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ അതുവരേക്കും ബൈ.